താലപ്പൊലിക്ക് വേണ്ടി റെഡി ആയിട്ട് പെട്ടെന്ന് തന്നെ കാവ് പോയി നാഗകാളി കാണണമെന്ന് എല്ലാ വർഷവും വിചാരിക്കാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒരുക്കൊക്കെ കഴിഞ്ഞ് കാവിലെത്തുമ്പോഴേക്കും നാഗകാളിത്തറ ഏകദേശം കഴിയാനായിട്ടുണ്ടാവും. പിന്നെ ആ സമയത്തേക്ക് കാവിലോട്ട് ഒട്ടും അടുക്കാൻ പറ്റില്ല, അത്ര നല്ല തിരക്കുണ്ടാവും. തിറയും ഉത്സവമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് പല സ്ഥലത്തു നിന്നായിട്ട് ഇതുപോലെ തിറ കാണാൻ എത്താറുണ്ട്. പൊതുവെ 2 താലപ്പൊലി ഉണ്ടാവാറുണ്ട്. ആദ്യത്തെ താലം വെട്ടുമൂർത്തികൾക്ക് വേണ്ടി എടുക്കുന്നതാണ്, അതായത് വീട്ടുതാലം. ഈ വെട്ടുമൂർത്തികള് യുദ്ധത്തിലും വാൾപ്പയറ്റിലെല്ലാം കേമന്മാരാണെന്ന് അച്ചമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അത് കണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കും. യുദ്ധത്തിന്റെ ഒടുവില് ഒരാള് മറ്റേയാളുടെ തല വെട്ടുമ്പോൾ അതുവരെ ഇല്ലാത്തൊരു ശക്തി നമുക്ക് ആ മണ്ണിൽ അനുഭവപ്പെടും. അതിന് പ്രതീതിയായി അവിടെ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളും. ചെറുപ്പം തൊട്ടേ അച്ഛനും പാപ്പന്മാരെല്ലാരും ഉറയുന്നത് കണ്ടതാണെങ്കിലും പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഉള്ളുന്നൊരു കാളലാണ്. അതിനൊക്കെ ശേഷം രാത്രി ഭഗവതിക്കായിട്ട് അരിത്താലം ഉണ്ടാവും. തൊട്ടടുത്തുള്ള കുളത്തിന്റെ അടുത്തുനിന്ന് വിളക്ക് കത്തിച്ച് വെടിക്കെട്ടോട് കൂടിയാണ് ഈ താലം തുടങ്ങാറ്. താലപ്പൊലിക്ക് ശേഷം ഭഗവതി തിറ, ഗുളികൻ തിറ തുടങ്ങി ദാരികാവധം ആട്ടക്കഥയായിരിക്കും. എത്ര ഉറക്കം വന്നാലും ദാരികാവധത്തിന്റെ അവസാനം കാളി ഇറങ്ങുന്നത് കാണാനായിരിക്കും ഇത്രയും ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവുക. അന്ന് രാവിലെ നായാട്ടും ചാന്തന്തിറയോടും കൂടി ഉത്സവം അവസാനിക്കും. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ്.